ഒരു തേങ്ങയുടെ അരമുറി ചിരകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്ത കടലയും റോസ്റ്റ് ചെയ്ത അരിയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരിക്ക് ചെറിയൊരു തരിതരിപ്പ് വേണം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ കടല അങ്ങനെയല്ല, കടലയ്ക്ക് ചെറിയൊരു തരിതരിപ്പായിരിക്കണം. അതായത് ഒരുപാട് അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് എണ്ണ വരും. അങ്ങനെ എണ്ണ വരാൻ പാകമാവരുത്. എണ്ണ വരുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള സ്റ്റേജിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരുക്കി വെച്ച ശർക്കരയില്ലേ, ആ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഇടാം. ഈ ശർക്കര തിള വരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒറ്റനൂൽ പരുവം ആവേണ്ട, അതിന് തൊട്ട് മുമ്പേ ഉള്ള സ്റ്റേജിൽ എടുക്കണം. അതായത് ഇങ്ങനെ ഡ്രിപ്പായി വീഴുന്നുണ്ടോ അതുപോലെ ആകുമ്പം, എന്നാൽ കുറുകനെയായിട്ടുള്ള ഡ്രിപ്പ് വീഴുന്നതനുസരിച്ച് സമയമാകുമ്പോഴത്തേക്കും എടുക്കണം കേട്ടോ. ഇപ്പം ഏകദേശം സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇടാം. ഏലക്കാപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടലയുടെ പൊടി ഇടുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ പാകത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പൊടിച്ചു വെച്ച അരിപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ കടലയുണ്ട പിടിച്ചെടുക്കാം. ചെറിയ ചൂടുണ്ടാവും, എങ്കിലും നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ വേഗത്തിൽ ഇങ്ങനെ പീനട്ട് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി ഉണ്ട റെഡി ആയിട്ടുണ്ട്. 1 കിലോ വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഏകദേശം ഈ പാത്രത്തിൽ വലുതാണ് കിട്ടുന്നത്. നമ്മളിത് ടേസ്റ്റ് നോക്കി കുറച്ചധികം തീർന്നിട്ടുണ്ട്. എങ്കിലും ഇത് അടിപൊളിയായിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി വീട്ടിലുണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ചാനൽ കാണാനും പുതിയ ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാനുമായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കോട്ടയം വീട്ടിൽ വന്നേക്കുവാണ് കേട്ടോ. എന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അനിയൻ്റെ. അപ്പോൾ അതിനുവേണ്ടി വന്നത്. എൻ്റെ പല്ല് കമ്പി ഇട്ടേക്കുന്നതുകൊണ്ടാണ് എനിക്കധികം സൗണ്ടിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ കോട്ടയം വീട്ടിലെ കുറച്ച് വീഡിയോസും പിന്നെ പിള്ളേരുടെ കുറച്ച് കോമഡിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം കാരൻ വന്നു കേട്ടോ. സ്ഥിരമായിട്ട് ഇതുവഴി വരുന്നു. എല്ലാ ദിവസവും പുള്ളിക്കാരൻ വരും. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ 3-4 ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ മുറ്റത്ത് വർത്താനമൊക്കെ പറഞ്ഞ് പിള്ളേർ ഐസ്ക്രീമൊക്കെ തിന്ന്. ഇവർ ഐസ്ക്രീമൊക്കെ തിന്നുന്നത് അമ്മയ്ക്ക് ഭയങ്കര അതിശയം. കാരണം കുഞ്ഞിലേ കണ്ടതല്ലേ, ഭയങ്കര അതിശയം. ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഒരു 10 നില വീടാണ് കേട്ടോ. ഇവിടെ ഈ ഫ്രണ്ട് വശത്ത് മൊത്തം ഇങ്ങനെ കുറേ കൃഷികളും കൈതച്ചക്കയും കുരുമുളകും കാപ്പിക്കുരും കൊക്കോക്കും ഒക്കെ ആയിട്ട് ഫ്രണ്ട് വശം വീടിന് അവിടെ താവോട്ട് ഇറങ്ങുന്ന വശം മൊത്തം ഇങ്ങനെ കുറച്ച് കൃഷികളാണ് കേട്ടോ. ഞാൻ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് കൈതച്ചക്ക വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 3-4 കൈതച്ചക്ക എനിക്ക് കൊണ്ടുപോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ കുറേ നാൾ കൂടി വന്നതും പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കൊണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരവും വീടും എല്ലാം ഫുള്ളായിട്ടൊരു വീഡിയോ എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ കണ്ടിട്ടില്ല, എൻ്റെ വീടും നാടും ഒന്നും ആരും അങ്ങനെ കണ്ടിട്ടില്ല. ഈ ചെത്തിപ്പൂവൊക്കെ ഞാൻ നട്ടു വെച്ചാൽ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നട്ടു വെച്ചാൽ. ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് വശം കേട്ടോ. കുറേ സ്പേസ് ഉണ്ട്. ഒരു പാറയുടെ മുകളിൽ പോലെയാണ് വീടിരിക്കുന്നത്. കുറച്ച് കല്ലും ഏരിയയൊക്കെ. താഴോട്ട് ഒരു ചെറിയ ചെരിവ് പോലെയാണ്. ഉരുൾപൊട്ട പറഞ്ഞ പോലെ ഒന്നുമല്ല, എന്നാലും ഒരു ചെറിയ ചെരിവ് പോലെയാണ് നടക്കുന്നത്. എൻ്റെ വീട്ടിൽ വേറെ എന്തൊക്കെ പച്ചക്കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചുണ്ടയ്ക്ക എപ്പോഴും വീട്ടിലുണ്ടാവും. അതെന്താണെന്ന് അറിയത്തില്ല. എന്നാൽ കറി ഇട്ട് വെക്കത്തുമില്ല. എപ്പോഴും വീട്ടിൽ ചുണ്ടയ്ക്കയും ഉണ്ടാവും, തുളസിയും ഉണ്ടാവും, കാന്താരിമുളകും ഉണ്ടാവും. കാന്താരിമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വരുമ്പോഴത്തേക്കും പറയും, ഞാൻ വരുന്നതിന് ഒരാഴ്ചക്ക് മുമ്പേ വിളിച്ച് പറയും കാന്താരിമുളക് ഒരു കാരണം. അങ്ങനെ പിന്നെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഒരു തേരട്ട വന്നു അവിടെ, കറുത്ത അട്ടയില്ലേ, അതിനെ വെച്ച് താമക്കുട്ടിന് ആശയും കളിയായി. തിരിച്ചുപിടി വേണ്ട. എന്നിട്ടാണ് അച്ഛനെ കൂടെ എടുക്കുന്നത്. രണ്ടര കൂട്ടിപ്പിടിയടാ.
പയ്യാനക്കാണ്ട് എടുക്ക്. തോണ്ടിയിട് തോണ്ടിയിട് തോണ്ടിയിട്. ഇല വെച്ച് തോണ്ടിടാ, ഇല വെച്ച് തോണ്ടിടാ. ഇപ്പുറത്തെ ഇലയിലേക്ക് ഇട്. തോണ്ടി കേട്ടെ കൈ വെച്ച് എടുത്തിട് തൽക്കാലത്തേക്ക്. അപ്പുറത്തെ ഒരു തോണ്ട് അതോട്ട്. അത് തന്നെ 2 കൈ ചുരുക്കി. ആശയെ പേടിപ്പിച്ചു. ആശിനെ പേടിക്കുക. ആശി പേടിക്കടാടി, ആശി പേടിക്കടാ. കല്ല് വെച്ച് തോണ്ടിട്, കല്ല് വെച്ച് തോണ്ട്. തോണ്ട് കേറ്റി നടുക്കിട്. അതാ ആശിനെ പേടിപ്പിക്കടാ, പേടിപ്പിക്കടാ, പേടിപ്പിക്കടാ. നേരത്തിനെഴുതട്ടെ കൊച്ചിന്റെ പയ്യെ പോണം. എടുക്കണതാ പേടിപ്പിക്കണ. അങ്ങനെ ഞങ്ങളൊരു 4:45 ആയപ്പോഴത്തേക്കും പള്ളിയിലെത്തി കേട്ടോ. വൈകുന്നേരമാണ് ഇവൻ്റെ ജ്ഞാനസ്നാനം പറഞ്ഞേക്കുന്നത്. ചടങ്ങ് എന്നാന്ന് പറഞ്ഞിട്ടില്ല. അനിയൻ്റെ ജ്ഞാനസ്നാനമായിരുന്നു. വൈകുന്നേരത്തേക്കാണ് വെച്ചത് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചർച്ച്, ഞങ്ങളുടെ സെൻറ്റ് പീറ്റേഴ്സ് CSI ചർച്ച്. ഇത് പുതിയ പള്ളിയാണ് കേട്ടോ. പഴയ പള്ളി തൊട്ട് അപ്പുറത്തേന് ഒരു ചെറിയ പള്ളിയുണ്ട്, അത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിക്കകം. പള്ളിക്കകത്ത് വേറെ ആരും ഇല്ല, ഞങ്ങൾ ഫാമിലി മാത്രമല്ലായിരുന്നു. പിന്നെ വിനുക്കുട്ടൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. സ്റ്റാറ്റസ് ഇടാനും ആൽബത്തിലാക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പള്ളിയിൽ നിന്ന് വികാരി അച്ഛൻ വന്നു. വികാരി അച്ഛൻ വന്നപ്പോഴത്തേക്കും പിന്നെ വിനുവിനെ സ്നാനപ്പെടാനായിട്ട് അങ്ങോട്ട് വിളിച്ചു. പ്രേക്ഷകനുണ്ടായിരുന്നു, അമ്മയും. പിന്നെ ഫാമിലിയായിട്ട് അങ്ങനെ ആരും ഇല്ലായിരുന്നു. അമ്മ, ഞാൻ, പ്രേക്ഷകൻ, കുഞ്ഞുങ്ങൾ, അമ്മയുടെ ചേച്ചി, അത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛൻ വന്നു പ്രാർത്ഥിച്ചു. ആദ്യം നമ്മൾ പ്രാർത്ഥിച്ച് പള്ളിക്കകത്ത് പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വന്നിട്ടാണ് നമ്മൾ സ്നാനപ്പെട്ടത്. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ കൊണ്ട് ഞാൻ കുറേ നേരം പുറത്തായിരുന്നു. അത് കാരണം എനിക്ക് എല്ലാം എടുക്കാനൊന്നും പറ്റിയില്ല. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പള്ളിയിലകത്ത് കയറി ചെന്ന് ഞാനും കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് നേരത്തെ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ പ്രാർത്ഥനയും ജ്ഞാനസ്നാനം കഴിഞ്ഞായിരുന്നു. സാധാരണ ചെറുതിലെ സ്നാനപ്പെടുന്നവരുണ്ട്, പിന്നെ പ്രായമായി അറിവായി കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ദൈവത്തെ സ്വീകരിക്കുന്ന ആൾക്കാർ, അങ്ങനെ സ്നാനപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ജ്ഞാനസ്നാനം എല്ലാം കഴിഞ്ഞ് കാപ്പി സൽക്കാരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയും കാറ്റും. അപ്പോഴത്തേക്കും ഞാനും വിചാരിച്ചു അതും കൂടെ വീഡിയോയിലെടുക്കാമെന്ന്. വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ നല്ല കാറ്റായിരുന്നു. ഈ കാറ്റും മഴയെല്ലാം കണ്ട് അങ്ങനെ പിള്ളേരുമായിട്ട് കുറേ നേരം അവിടെ നിന്ന് മഴയൊക്കെ വരുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ആകാശത്ത് ഭയങ്കരമായിട്ട് മേഘങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നത്. ഞാൻ ഇത്രയും ഇങ്ങനെ മേഘങ്ങൾ കൂടി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഭയങ്കര വലുതായിട്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, അതുപോലെ ഭയങ്കര വലിയൊരു മേഘം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അമ്മയുടെ ചേച്ചിനെ വീട്ടിലാക്കാൻ പോയി. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ പോയി എല്ലാവരെയും കണ്ട്, കസിൻസിനെ കണ്ട്. അപ്പോൾ എൻ്റെ അനിയനാണിവൻ, ഇവൻ എറണാകുളത്ത് ജോലി ചെയ്യണം. അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെല്ലാം കണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഇറങ്ങി നേരെ തെക്കേത്തുകാലിലുള്ളൊരു ഹോട്ടലിൽ വന്ന് വൈകിട്ടത്തെ ഫുഡ് കഴിച്ച്. എനിക്ക് പല്ലെടുത്തിരിക്കുന്നതുകൊണ്ട് വലിയ ചവച്ചൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം ദോശയും ആണ് ഞാനും കഴിച്ചത്. അനിയൻ പൊറോട്ട കഴിച്ചു, ഹസ്ബൻഡും ദോശ തന്നെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് ഇതാണ്. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഫാമിലി വ്ലോഗ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബാലി ദ്വീപ് എക്സ്പോ ഇല്ലേ, അത് കാണാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് നേവൽ ബേസിൻ്റെ അവിടെ തൊട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിൻ്റെ കൂടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്ന് മഴയൊക്കെ കൊണ്ട് നമ്മൾ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിൽ കയറി ഉടനെ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടിയേ. കയറി ചെന്ന സ്പേസിൽ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടി. അപ്പോൾ നമുക്ക് വേഗത്തിൽ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. വലിയ തിരക്കും ഇല്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഞങ്ങൾ പോയത് വൈകുന്നേരം ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പോയത്. അപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കടന്നു കേട്ടോ. കയറി എൻട്രൻസ് തന്നെ കാണാൻ നല്ല രസമാണ്. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ പൂവൊക്കെ വെച്ച് കുറേ വേരുകളും കമ്പുകളും ഒക്കെ വെച്ചിട്ടുള്ള മതിലൊക്കെ പണിത് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അത് കഴിഞ്ഞ് കയറി ചെന്നപ്പോഴത്തേക്കും തന്നെ ഉണ്ടല്ലോ ഒരു
കുളത്തിനകത്ത് നടുക്ക് ഇങ്ങനെ കുറേ കല്ലുകൾ ഇങ്ങനെ പാകിയിരിക്കുന്ന പോലെ കല്ലുകൾ ഇട്ടേക്കുക. എന്നിട്ട് ആ കല്ലേ കൂടെ നമുക്ക് കടന്ന് അപ്പുറത്ത് പോകും. അതിനകത്ത് നിറയെ മീനുകളാണ് കേട്ടോ. വലിയ വലിയ സൈസിലുള്ള വലിയ കോഴിക്കാർപ്പ് മീനുകളാണ് അതിനകത്ത് പോകുന്നത് കേട്ടോ. കുട്ടികളായിട്ട് പോകുന്നവർ എന്തായാലും, കുട്ടികളുള്ളവർ ഒരു 2 വയസ്സിന് മേളിൽ അല്ലെങ്കിൽ 1.5 വയസ്സിന് മേളിലുള്ള കുട്ടികളായിട്ട് പോകുന്നവർ എന്തായാലും പോയി കാണണം. കാരണം അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ മീനെ ഇത്രയും അടുത്ത്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ആ മീനിന് നല്ല സൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങളിങ്ങനെ മീനെയൊക്കെ കണ്ട് ഫ്രണ്ടിലേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ. ഈ ഒരു സ്പേസ് മാത്രമല്ല, മുമ്പോട്ട് 2-3 പോണ്ടുകളുണ്ട്. അതിനകത്തെല്ലാം ഇതുപോലെ വലിയ മീനുകളും കുഞ്ഞു മീനുകളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. നമുക്ക് നല്ല രസമാണ് കണ്ടിരിക്കാൻ. നമുക്ക് ടൈം പോകുന്ന അറിയത്തില്ല ഇതിനകത്ത് കയറും. പ്രത്യേകിച്ച് മീനുകളായതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് മീനുകളെയൊക്കെ കണ്ട്, താമക്കുട്ടന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അവന് കാണാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കുട്ടികൾക്ക് കൈയിട്ട് മീൻ പിടിക്കാൻ പാകത്തിന് ചെറിയൊരു അരി പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിൽ നമുക്ക് കൈയിട്ട് മീനെ പിടിപ്പിക്കാം. കുഞ്ഞുങ്ങൾക്ക് കൈകൊണ്ട് മീനെ തൊട്ട് നോക്കാം, അങ്ങനെയൊക്കെയുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു ചെറിയ കുളവും അതിനകത്ത് കുറേ കോഴി ഫിഷും പിന്നെ അതിൻ്റെ നടുക്ക് ഒരു ഊഞ്ഞാലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഫ്രെയിമാക്കി അവരുടെ സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ബേർഡ്സിനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ തൂക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴിക്ക് തോടുകളിൽ മീനുണ്ടാവുമെന്ന്, ആ സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മീനുകളുണ്ട്. ഒരു തോട് പോലെ ഇവർ സെറ്റാക്കി വെച്ചേക്കുക. അതിനകത്ത് നിറയെ മീനുകളാണ്. ഇവിടെയും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നതാണ് അക്വേറിയം സെക്ഷൻ. ഇവിടെയാണ് മറ്റേ അരോണ, അരാപ്പൈമ, റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷ് അങ്ങനെയുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ. മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള മറ്റേ അലിഗേറ്റർ ഗാറ് അങ്ങനെ കുറേ മീനുകളുണ്ട്. അപ്പോൾ ആ മീനിനെയൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. താമക്കുട്ടനും ആഷി ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു വലിയ മീനെ കാണുന്നത്. അതിൻ്റെ ഒരു വലിയ ടെൻഷനോ പുള്ളിയുടെ മുഖത്തൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു. ഞാൻ ഇതുവരെ അവനിങ്ങനെ സ്തംഭിച്ച് ഒരു സാധനത്തെ നോക്കുന്ന കണ്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒരു മീൻ അവിടെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ച് അത് ചത്തുപോയെന്ന്, പക്ഷേ അല്ല, അത് അനങ്ങാതെ റെസ്റ്റിംഗ് ടൈമാണെന്ന് തോന്നുന്നു അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് മുമ്പോട്ട് ഇരുന്നോറും വലിയ സൈസായിട്ടുള്ള വലിയ മീനുകളെയൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇനി കുറച്ച് മുമ്പോട്ടേക്ക് ഇനി മീനുകൾ മാത്രമേ ഉള്ളൂ.
കളിക്കാൻ പറ്റിയ ഒരു പോണ്ടിലാണ് കേട്ടോ. അവിടെ വലിയവർക്ക് ഇരുന്നിട്ട് കുഞ്ഞുങ്ങളെ അവിടെ നിർത്തിയിട്ട് നമുക്ക് പിടിക്കാം. ഒരു സ്റ്റാൻഡ് പോലെയാണേ. അപ്പോൾ അവിടെ പോയിട്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും മീനെ പിടിക്കാനായിട്ട് ഞാൻ ആ പോണ്ടിൽ അവർക്ക് രണ്ടുപേർക്കും കൈവച്ച് കൊടുത്തു. ആമക്കുട്ടനെ പറയുന്നത് അവന് മേടിച്ച് കൊടുത്തിട്ട് ഓയിക്കകത്ത് മീനെ കോരാനൊക്കെ നോക്കുന്നുണ്ട് കുറേ നേരമായിട്ട്. ആഷിക്കുഞ്ഞിന് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവന് എന്തൊക്കെയോ ഒരു പേടിയോ ടെൻഷനോ എന്തൊക്കെയോ ആയിരുന്നു. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവനത് ടാപ്റ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗെയിമിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ ഒരൊറ്റ ഗെയിമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, കാർ റേസിൻ്റെ. അതിന് 10 മിനിറ്റത്തേക്ക് 100 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അങ്ങനെ 10 മിനിറ്റ് അവർ രണ്ടുപേരും ഇരുന്ന് ഗെയിമൊക്കെ കളിച്ചു കേട്ടോ. പ്രായം എത്രയായാലും ബോയ്സിന് എപ്പോഴും ഈ വീഡിയോ ഗെയിം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു ക്രേസാണല്ലോ. അങ്ങനെ കുറേ നേരം ഇവർ രണ്ടുപേരും ഇരുന്ന് ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ആഷിക്കുഞ്ഞോടെ മാറിയിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ്റെയും മോൻ്റെയും ഗെയിമുകളെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഈ ഉത്സവത്തിനും പെരുന്നാളിലൊക്കെ ഇങ്ങനെ റിങ് എറിയുന്നൊരു സെക്ഷൻ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലും 50 രൂപയ്ക്ക് 7 റിങ് മേടിച്ച്. 5 റിങ് ഞാനും എറിഞ്ഞ് 2 റിങ് ചേട്ടായി എറിഞ്ഞ്. എന്നിട്ട് ഞങ്ങൾക്ക് 7 റിങ്ങിലും ഒരു സാധനവും കിട്ടിയില്ല. അങ്ങനെ 50 രൂപ അവിടെ വേസ്റ്റായി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ എറിഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് താമക്കുട്ടിനെ കാണുന്നില്ല. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് മഴയത്ത് കിടന്ന് കളിക്കുന്നവൻ, മഴയത്ത് വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, വെള്ളം കിടന്ന് തെറിപ്പിക്കുന്നു, ആകെ മേളമായി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവനെ വിളിച്ചിട്ട് അവൻ എന്ത് ചെയ്താൽ വരുന്നില്ല. അവൻ ആ മഴയത്ത് നിന്ന് കളിക്കുക എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് മഴയത്ത് കളിക്കുക. പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് വണ്ടിയെ കയറി അവനെ തലയൊക്കെ തോർത്തി കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തണുപ്പായിരുന്നുകൊണ്ട് ഞങ്ങൾ പനമ്പള്ളി നഗറിൽ പോയി ചെറിയൊരു സൂപ്പൊക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോരുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം കണ്ട് ഒരു ദിവസം ഇതിനെ ചൂണ്ടിടാൻ കൊണ്ടുപോകണം. അച്ഛമ്മ കൈ കഴുകി എൻ്റെ മേത്തും കൊണ്ട് തേച്ചിച്ചൊക്കെ എടുത്ത് മടി വെച്ച് കൊടുക്കമ്മ. കൈ കഴുകി ആ ചൂലെടുക്കണ്ടേ അച്ഛമ്മക്ക്? അതെ അതെ ഓടിപ്പോണതാ. അയ്യോ ശരീരത്തിലിടണ എത്ര ഉള്ള ആള് ഇപ്പൊ വേണോന്ന് മീമിക്ക് വിശക്കണമെന്ന് എന്ത് കൊടുക്കും? നീ എടുക്കാൻ പറയരുത്. ഞാൻ കൈ കഴുകി കുഞ്ഞു അവനെടുക്കാൻ പറയുന്നു. സമ്മതിച്ചാ? അമ്മയ്ക്ക് വേണ്ട, അമ്മ അവനെ പിടിച്ചേക്കുമല്ലേ. ആര് മേടിച്ചെന്ന മീനാ മോനെ? എന്ത് വേണമെന്ന്? മീമിക്കാ? മീമിക്ക് ഇപ്പൊ തണ്ണിമത്തനൊന്നും കൊടുക്കാൻ പാടില്ല. ഇനി തണ്ണിമത്തനാലേ ചത്തു പോകും. തോണ്ടി തോണ്ടി പോവാന്ന്. ഞാനില്ല, എനിക്ക് വേണ്ട. ആച്ചിപ്പൊന്നിനെ മതി. ആച്ചമ്മയുടെ ആച്ചിപ്പൊന്നിനെ മതി കേട്ട.
ആറ്റുമാവ എവിടെ ചമ്മട ആറ്റുകുച്ചനെവിടെ ആച്ചപ്പനാണ് ചേച്ചിക്ക് ആപ്പയൊക്കെ വെച്ച് മിമ്മി കണ്ട് ചൊട്ട ചൊട്ട ഞാൻ ചൊട്ടുന്നില്ല. ഞാൻ പെൺകുത്തിനെ പ്രതീക്ഷിച്ചത് എനിക്ക് പെൺകുത്തിനെ കിട്ടിയില്ല. മൂട് ഹായ് ഫ്രണ്ട്സ്, ഇന്ന് താമക്കുട്ടനെ ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞാൻ താമക്കുട്ടനോട് പറഞ്ഞായിരുന്നു വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലോഡഡ് ഫ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ആദ്യമായിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. അടുത്തതായിട്ട് മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, നാരങ്ങ നീര്, ഉപ്പ്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പാതി വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് ഉപ്പിടുവാണ് കേട്ടോ. ഒരുപാട് ഉപ്പിടണ്ട, കുറച്ച് ഉപ്പിട്ട് വെള്ളം വേവിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇതിലേക്ക് ഇടാം. ഈ വലിപ്പം വേണം കേട്ടോ, വെന്ത് ഉടഞ്ഞു പോകരുത്. അതിന് മുമ്പേ തന്നെ നമുക്കിത് എടുക്കണം. ഒരു 70-75% വേവായാൽ മതി. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് 2 മുട്ട, 2 വെളുത്തുള്ളി, ഒരു അടപ്പ് വിനാഗിരി, അതിലേക്ക് ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് മയോണൈസ് ആക്കി എടുത്തുകൊണ്ട് വരാം. എടുത്തുകൊണ്ട് വന്ന സമയമായപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ചിക്കൻ എടുക്കാറായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഓരോ പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ പോലെ ആക്കി എടുത്താൽ മതി. അത് നമുക്ക് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എണ്ണ ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ട് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. വൈറ്റ് സോസിനായിട്ട് ആദ്യം പാല് തിളപ്പിക്കാൻ വെക്കണം. പാല് തിളപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് തിളച്ച് പോകരുത്. തിളച്ച് പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് 2 സ്പൂൺ മൈദപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം. കട്ട കെട്ടാതെ ഇളക്കി ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം എടുത്ത് തീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തീ സിമ്മിലായിരിക്കണം വെച്ചിരിക്കുന്നത്. സിമ്മിലിട്ട് നന്നായിട്ട് കട്ടയുടച്ച് നല്ലതായിട്ട് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒറേഗാനോ ഉണ്ടാവുമല്ലോ, ഒറേഗാനോ പൊടി അതിലേക്ക് ചേർക്കുക. 1.5 ടീസ്പൂൺ മതിയാവും. 1.5 ടീസ്പൂണിൻ്റെ ഒറേഗാനോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ചൂടോട് കൂടെ തന്നെ നമുക്ക് ചീസിൻ്റെ സ്ലൈസ്, ഒരു 4 ചീസിൻ്റെ സ്ലൈസ് നമുക്ക് ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി ഇളക്കി കൊടുത്ത് അത് മൊത്തം മെൽറ്റായി ആ സോസിനോട് കൂടെ അത് യോജിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ട് മെൽറ്റാക്കി കൊടുക്കണം. ഇപ്പോൾ ഈ കണ്ടില്ല, അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ റൗണ്ടാക്കിയതിന് ശേഷം കുറച്ച് മയോണൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ബാക്കി മയോണൈസ് പകുതിയായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം ഒരു പാത്രത്തിലെടുത്ത് ലെയറാക്കി ഇടണം. ലെയറാക്കി എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇടണം. എല്ലാം നമ്മൾ പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ചിക്കൻ എല്ലാം സ്പ്രെഡാക്കി കിട്ടിയതിന് ശേഷം നമുക്ക് മയോണൈസും
കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ മയോണൈസില്ലേ, അത് നമുക്ക് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം പ്ലെയിനായിട്ടുള്ള മയോണൈസ് വെക്കാനായിട്ട്. പ്ലെയിനായിട്ടുള്ള മയോണൈസ് എല്ലായിടത്തും ഇട്ടതിന് ശേഷം വേണം നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, നമ്മുടെ ഒറഗാനോ ഒക്കെ ഇട്ടിട്ടുള്ള ആ വൈറ്റ് സോസ് ഇതിനേക്ക് ഇട്ടിട്ട് വൈറ്റ് സോസ് എല്ലായിടത്തും ഒന്ന് സ്പൂൺ കൊണ്ട് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം ഇതേ മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രഞ്ച് ഫ്രൈസോ ഐറ്റംസോ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ലെയറായിട്ട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറായിട്ടാണ് ഇട്ടേക്കുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് ബാക്കി വന്നിട്ടുള്ള വൈറ്റ് സോസും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ പീസും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ ലുക്കാണിത് കേട്ടോ. ഇതിന് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് താമക്കുട്ടൻ്റെ അടുത്തേക്ക് പോകാം. താമക്കുട്ടൻ എന്താ പറയുന്നതെന്നറിയാലോ. എന്താ കഴിച്ചു നോക്കാം. കുറച്ച് അത് കഴിച്ചു നോക്കി. യമ്മിയാണോ? എന്തുവാ യമ്മിയാണോ? ആഹാ, ഇഷ്ടപ്പെട്ടാ? എന്നാ കഴിച്ചോ. ഇഷ്ടപ്പെട്ട ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഷിക്കുഞ്ഞിൻ്റെ 1ാം പിറന്നാൾ നമ്മൾ വേളാങ്കണ്ണി ചർച്ചിൽ ആഘോഷിക്കാമെന്നാണ് എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകേണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ ആ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസോ അതിൻ്റെ നമ്പറോ ഒന്നും നമുക്ക് കിട്ടിയില്ല. നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകേണ്ടൊന്നും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും വേണം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേളാങ്കണ്ണിക്ക് പോകേണ്ട ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ വേളാങ്കണ്ണിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇതാണ് ട്രെയിനിൻ്റെ നമ്പറും ഡീറ്റെയിൽസും. ഇതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ട റിസർവേഷൻ ഫോം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റിസർവേഷൻ ഫോമാണ് കേട്ടോ. ഇതിൽ നമുക്ക് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല, അവിടെ ഒരു സ്റ്റോപ്പില്ല. അപ്പോൾ നമുക്ക് വേളാങ്കണ്ണി ചർച്ചിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നാഗപട്ടണമാണ്. നമുക്ക് നാഗപട്ടണത്തിലേക്ക് പോകുന്ന 16-188 കാരക്കൽ എക്സ്പ്രസ്സിനാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. ഇത് എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് എറണാകുളം ജംഗ്ഷനിലെത്തുന്ന ട്രെയിനാണ്. എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ടെന്ന് പറയുന്ന ആ സെയിം ട്രെയിൻ തന്നെയാണ് ഈ 16-188 കാരക്കൽ എക്സ്പ്രസ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ വണ്ടി നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കണം. 16-188 കാരക്കൽ എക്സ്പ്രസ്. നമ്മൾ യാത്ര ചെയ്യേണ്ട തീയതി എന്നാണോ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് നമുക്ക് സ്ലീപ്പർ ആണോ AC ആണോ അങ്ങനെ അത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ എത്ര സീറ്റുകളാണ് നമുക്ക് വേണ്ടെന്നുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഫോമിൽ 6 പേർക്കേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫോമിൽ 6 പേര് എഴുതിയിട്ടാണ് ഇവിടെ 6 എന്ന് കൊടുത്തേക്കുന്നത്. ഇനി പുറപ്പെടുന്ന നിലയെന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ കയറുന്നത് അതാണ് എഴുതി കൊടുക്കേണ്ടത്. എറണാകുളം ജംഗ്ഷൻ എന്നാണ് ഞാനിപ്പോൾ കയറുന്നത്, അതുകൊണ്ട് എറണാകുളം ജംഗ്ഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എത്തിച്ചേരേണ്ട നിലയെന്ന് പറയുന്നത് നാഗപട്ടണമാണ്. നാഗപട്ടണത്തിൽ നിന്ന് 8 കിലോമീറ്ററാണ് വേളാങ്കണ്ണി ചർച്ചിലേക്കുള്ളത് കേട്ടോ. നമ്മൾ നാഗപട്ടണത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചു വേണം വേളാങ്കണ്ണി ചർച്ചിലേക്ക് എത്താനായിട്ട്. ഇനി കയറുന്ന നിലയെന്ന് പറയുന്നത് നമ്മൾ കയറേണ്ട സ്ഥലം തന്നെയാണ്, അതായത് എറണാകുളം ജംഗ്ഷൻ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റിസർവേഷൻ ഇതുവരെ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ നമ്മുടെ PNR നമുക്ക് കിട്ടാനായിട്ട്, അതായത് നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള ഫോൺ നമ്പർ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഓരോരുത്തരായിട്ടുള്ള പേരുകൾ കൊടുക്കുക. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സീറ്റ് കിട്ടില്ല, അതായത് ടിക്കറ്റ് കിട്ടുന്നതല്ല. അപ്പം 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് അവർക്ക് പ്രത്യേക 2 കോളമുണ്ട്. അവിടെ പേര്, പിന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത്, വയസ്സ് അവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുന്ന ഫോമിൽ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള ബുക്കിംഗ് പറ്റത്തില്ല. നമ്മൾ 1 മാസം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളിപ്പം ഞാൻ ഈ മാസം ബുക്ക് ചെയ്തിട്ട് നവംബറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പം എനിക്ക് ഈ ഫോമിൽ അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടേക്ക് ഞാൻ ബുക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറുന്ന രീതിയിലുള്ള ഫോം ഫില്ല് ചെയ്ത് ഇതേ ആൾക്കാരുടെ ഡീറ്റെയിൽസ് വെച്ച് കൊടുത്താലേ എനിക്ക് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റും കിട്ടുള്ളൂ. അപ്പം ഇവിടെ ഈ മുന്നോട്ടുള്ള അല്ലെങ്കിൽ മടക്കയാത്രയ്ക്കുള്ളതിനകത്ത് നിന്ന് അവിടെ ഫില്ല് ചെയ്യേണ്ടതൊന്നുമില്ല. ഇവിടെ നമ്മൾ അപേക്ഷകൻ്റെ പേരും പൂർണ്ണമായ മേൽവിലാസവും ഫോൺ നമ്പറും നമ്മൾ എന്നാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ആ ബുക്ക് ചെയ്യുന്ന ഡേറ്റും
പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഉള്ള ടൈമും പിന്നെ നമ്മുടെ സൈനും. ഇത്രയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് വേണ്ട ഡീറ്റെയിൽസ്. ഇനി നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനൊരു ബുക്ക് ചെയ്യണമല്ലോ, തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്കും ടിക്കറ്റ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ഫോം എടുക്കുക. ഇതേപോലെ തന്നെ ഒരു ഫോം എടുത്തിട്ട് അവിടെ നമ്മൾ ആദ്യം വണ്ടി നമ്പറും പേരും ചോദിക്കേണ്ടത് സെയിം വണ്ടി തന്നെയാണ്, പക്ഷേ നമ്പർ 16187. 16187 ഇങ്ങോട്ടേക്കുള്ള വണ്ടി നമ്പർ. സെയിം പേര് തന്നെ, കാരയ്ക്കൽ എക്സ്പ്രസ് തന്നെ 16187 അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് എറണാകുളത്തേക്ക് വരാനുള്ള വണ്ടി. ഇനി നമ്മൾ തിരിച്ച് എപ്പോഴാണ് വരുന്നത്? ഇപ്പം ഞാൻ 10-ാം തീയതിയാണല്ലോ ഇവിടെ ഡേറ്റ് ഇട്ടേക്കുന്നത്. ഞാനിപ്പോൾ 10-ാം തീയതി അവിടെ പോയി 11 നിന്ന് 12 നിന്ന് 13-ാം തീയതി തിരിച്ച് വരുന്നതെങ്കിൽ 13/10/25 നിങ്ങൾ എന്നാണോ തിരിച്ച് വരാൻ ഉദ്ദേശിക്കുന്നത്, സെക്കൻഡ് ഫോമിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നാണോ തിരിച്ച് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ലീപ്പറാണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ എത്ര പേരുണ്ടോ അതേ നിങ്ങളവിടെ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പുറപ്പെടുന്ന നിലയെന്ന് പറയുന്നത് കൊടുക്കേണ്ടത് നാഗപട്ടണമാണ്. നാഗപട്ടണത്തിൽ നിന്നാണ് നിങ്ങൾ പുറപ്പെടുന്നത്, അതുകൊണ്ട് നാഗപട്ടണം എന്ന് പറഞ്ഞ് കൊടുക്കുക. എത്തിച്ചേരേണ്ട നിലയണമെന്ന് പറയുന്നത് എറണാകുളത്താണ് എത്തിച്ചേരേണ്ടത്, അപ്പം എത്തിച്ചേരേണ്ട നിലയം എറണാകുളം എന്ന് കൊടുക്കുക. വീണ്ടും കയറുന്ന നിലയെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് നാഗപട്ടണമാണ്. മനസ്സിലായോ? അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എവിടെ നിന്നാണോ കയറുന്നത് ആ സ്ഥലം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം ഇറങ്ങേണ്ട സ്ഥലമായിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, കുട്ടികളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, അത് വീണ്ടും ഇതുപോലെ പേരും ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്യുക, ഇവിടെ സൈൻ ചെയ്യുക. ഇത് സൈൻ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിവിടെ ചെല്ലാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബുക്ക് ചെയ്യാനായിട്ട് രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും എറണാകുളം ജംഗ്ഷനിൽ ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് തിരക്കൊന്നുമില്ലാതെ വേഗം തന്നെ ബുക്ക് ചെയ്തിട്ട് പോരാൻ പറ്റും. അല്ല ടൈം കഴിഞ്ഞ് നിങ്ങളൊരു 10, 10:30, 11 മണിക്കാകുമ്പോൾ എത്തുന്നെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾ ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ചെയ്ത് ക്യൂവിൽ നിൽക്കേണ്ടി വരും. മാക്സിമം രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ പോവുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതാണ് എറണാകുളം ജംഗ്ഷൻ്റെ റിസർവേഷൻ ഓഫീസ്. ഇവിടുന്ന് കയറി റൈറ്റ് തിരിയുമ്പോൾ തന്നെ റിസർവേഷൻ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഗേറ്റ് കാണും. അവിടെ കയറി ചെല്ലുമ്പോൾ 3 കൗണ്ടർ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ഉണ്ടായിരിക്കും. ആ കൗണ്ടറിൽ കൊടുത്ത് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമായിട്ട് ഒരാൾക്ക് 720 രൂപയാണ് ആവുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ടിക്കറ്റ് രാവിലെ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തന്നെ നമ്മൾ പേയ്മെൻറ്റ് എല്ലാം അടച്ച് അപ്പോൾ തന്നെ അവിടെ ഗൂഗിൾ പേ ഉണ്ട്. പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ടിക്കറ്റ് കിട്ടും. ഹായ് ഫ്രണ്ട്സ്. നമ്മളിന്ന് തിരുവനന്തപുരത്ത് സൂ കാണാൻ പോവാ. അതെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ വളരെ അപ്രതീക്ഷിതമായിട്ട് പ്ലാൻ ചെയ്തൊരു ടൂറാണ് കേട്ടോ. ഒരു ദിവസം 11 മണിയായപ്പോഴേക്കും വീട്ടിലെല്ലാവരും ഉണ്ട്, എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് കുഞ്ഞ് പറയുന്നത് തിരുവനന്തപുരം സൂ കാണാൻ പോകാം. നേരത്തെ പ്ലാൻ ചെയ്തിട്ടേ തിരുവനന്തപുരം സൂ കാണാൻ പോകണം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു എന്തായാലും അവധിയില്ല, എന്താ പോയേക്കാന്ന് വിചാരിച്ചു. 11 മണിയായപ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ ടിക്കറ്റ് അന്ന് രാത്രി 1:50 ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ട്രെയിനിൽ കയറി പോയി. ഒരു ദിവസം ട്രിവാൻഡ്രത്ത് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം വരുന്ന രീതിയിലുള്ള ടൂറാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിന് 1:50 ഞങ്ങൾ 12:45 വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. 12:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവർക്കും ഒരു പ്ലാനും ഇല്ല. വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുക, ടൂറിന് പോവുക, അവിടെ ചെല്ലുക, അവിടെ ചെന്നിട്ടാണ് സ്റ്റേയും, അവിടെ ചെന്നിട്ടാണ് ബാക്കിയുള്ള എവിടെയൊക്കെ പോകണം എന്തൊക്കെയാണെന്നുള്ളത്. സൂവിൽ പോകുന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 1:50 വണ്ടിക്കാണ് കയറിയത്. 1:50 വണ്ടി കയറി 6:50 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ട്രിവാൻഡ്രം സെൻറ്ററിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ നമ്മളോട് ഓരോരോ പാക്കേജുകൾ പറയാൻ തുടങ്ങി. ഇന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണുന്നതിന് ഇത്ര രൂപ തന്നാൽ മതി, ഇവിടെ ഞങ്ങളുടെ കെയർ ഓഫ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ റേറ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കിയിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ചേട്ടൻ്റെ നമ്പർ മേടിച്ചു. എന്നിട്ട് നമ്മൾ പൂരി മസാലയൊക്കെ കഴിച്ച് പിന്നെ ഒരു ഓട്ടോറിക്ഷൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി സെറ്റിലായി. അവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ 7:50 8 മണിക്കുള്ളിൽ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി കേട്ടോ. എൻ്റെ പൊന്നെ എന്നാ വെയിലായിരുന്നു, ഒരു രക്ഷയില്ല, നമുക്ക് നടക്കാനേ പറ്റത്തില്ല. അങ്ങോട്ട് പോയപ്പോൾ എന്തുമാത്രം വെയിലായിരുന്നു. നമ്മൾ പുറം തിരിഞ്ഞ് പോയതുകൊണ്ട് അറിഞ്ഞില്ല. തിരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ നേരമില്ലേ, എൻ്റെ ദൈവമേ, തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ കൂടെ കാണാൻ പാടില്ല, അത്രയ്ക്കും വെയിൽ. പിന്നെ ആ നീങ്കുളത്തിൻ്റെ ഒക്കെ അവിടെ വന്നു കഴിഞ്ഞിട്ട് കുറേ നേരം പിള്ളേരൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളും കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയാമോ, എനിക്ക് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ ചെരിച്ച് പിടിച്ചെടുക്കണം എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ എടുത്തതെല്ലാം ഇങ്ങനെ ഷോർട്സിന് എടുക്കുന്ന രീതിയിലുള്ള വീഡിയോ എടുത്തു. അത് കാരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസെല്ലാം ഇങ്ങനെ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. ഇനിയുള്ള വീഡിയോസിലെല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നതേ
പുത്തൻ മാളിക അല്ലെങ്കിൽ കുതിരമാളിക എന്നൊക്കെ പറയുന്ന അതിലേക്ക് കയറാനായിട്ട് പാസ് എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് ഈ പാസ്. അതിൽ 2 പാസ്സായിട്ടാണ് കിട്ടുന്നത്. ഒരെണ്ണം 70 രൂപയുടെ പാസ്, ഒരെണ്ണം 30 രൂപയുടെ പാസ്. 70 രൂപയുടെ പാസ്സാണ് കുതിരമാളികയ്ക്കകത്തേക്ക് കയറുന്ന പാസ്. 30 രൂപയുടെ പാസ് എന്ന് പറഞ്ഞാൽ അതിനെ തൊട്ട് ചേർന്ന് തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. അവിടെ കുറേ ഫോട്ടോസും പഴയ ഫോട്ടോസും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാനായിട്ടാണ് ഈ ചെറിയ 30 രൂപയുടെ പാസ്. അകത്ത് കയറിയിട്ടും ഭയങ്കര ചൂടാണ്. ഈ കുതിരമാളികയുടെ എൻട്രൻസിനകത്ത് കയറിയിട്ട് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലെ ചൂടാണ് കേട്ടോ. അപ്പോൾ വിയർപ്പൊക്കെ ഓപ്പി. പിന്നെ ഞാൻ ഈ പറയുന്നതിൽ വോയിസ് ഓവർ ഞാൻ ഇപ്പോൾ 2ാമത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കവിടെ ഫോട്ടോയും വീഡിയോയും എടുക്കണമെങ്കിൽ നമ്മൾ 500 രൂപ എക്സ്ട്രാ പേ ചെയ്തിട്ട് വേണം ഈ ആർട്ട് ഗാലറിയിലും കുതിരമാളികയിലും ഫോട്ടോയും വീഡിയോയും എടുക്കാനായിട്ട്. അപ്പം ഞാൻ ക്യാമറയും എടുത്തിട്ടില്ല, ഞാൻ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുതിരമാളികയ്ക്കകത്തെ വീഡിയോസും ഫോട്ടോസും ഒന്നും ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 500 രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അത് ഫോണിനാണെങ്കിലും 500 രൂപയാണ്, ക്യാമറയ്ക്കാണെങ്കിലും 500 രൂപയാണ്. അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കിയതുകൊണ്ട് ഞാൻ അത് എടുക്കാതെ വെച്ചതാണ്. പക്ഷേ കുതിരമാളികയ്ക്കകത്ത് നിങ്ങളവിടെ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും കയറണം. വ്ലോഗ് എടുക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ 500 രൂപ കൊടുത്ത് നിങ്ങളത് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ അതിനകത്ത് കയറിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവിടെ 500 രൂപയ്ക്ക് ഉള്ള സാധനങ്ങൾ എടുക്കാനുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നല്ല ചൂടത്ത് 2-3 മോരും വെള്ളമൊക്കെ കുടിച്ച് നേരെ മ്യൂസിയത്തിലേക്ക് ഊബർ വിളിച്ചു പോയി. ഊബർ വിളിച്ച് പോകുന്നതാണ് എളുപ്പം. ഓട്ടോറിക്ഷക്കാരോട് പോയി കഴിഞ്ഞാൽ അവർ തോന്നിയ പൈസ മേടിക്കും. നമ്മൾ നേരെ ഊബർ ബുക്ക് ചെയ്ത് ഊബറിന് പോകുന്നതായിരിക്കും എളുപ്പം. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. 4 പേർക്കും കൂടെ 160 രൂപയാണ് ഞങ്ങൾക്ക് ഇതിലേക്കുള്ള എൻട്രി ഫീസ് ആയത് കേട്ടോ. ഒരാൾക്ക് 40 രൂപയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മീനിൻ്റെ വലിയൊരു സ്റ്റാച്ചു ആണ് 2 സൈഡിലായിട്ടും ഇരിക്കുന്നത്. ഒരു സൈഡിലെ ഹെഡും ഒരു സൈഡിൽ ടെയിലുമായിട്ട്. അതിനകത്ത് നമുക്ക് വൈറ്റ് ഷാർക്ക്, ബ്ലാക്ക് ഷാർക്ക്, അങ്ങനെ കുറേ ഷാർക്കുകളെയൊക്കെ കാണാം, സക്കർ മീനെയൊക്കെ കാണാം കേട്ടോ. അത് കഴിഞ്ഞ് ഇത്രയും വെയിലത്ത് നടന്ന് വന്നിട്ട് ക്ഷീണിച്ച അമ്മയും അച്ഛനും ചെറിയ കുഞ്ഞും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവരിരിക്കുന്നതണ്ട മതിയായി ഇരിക്കുകയാണ്, നടന്ന് മതിയെ. ഇതിലേക്ക് മൂത്തയാൾ അപ്പുറത്തിലേക്ക് ഓടിക്കയറി അവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് എക്സ്ട്രാ ഒന്നുമില്ല, ഞാൻ ഇതിനകത്ത് വെട്ടിക്കുറച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഈ വീഡിയോയിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. 40 രൂപയ്ക്ക് ഇത് വർത്താണെന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല. പിന്നെ കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോൾ അവർക്ക് മീനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി കാണിക്കാം, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് 40 രൂപ കൊടുത്ത് അതിനകത്ത് നിർബന്ധമായിട്ടൊന്ന് കാണണം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഈ വീഡിയോ തന്നെ കാണുമ്പോഴറിയാം ഇതിനകത്ത് കൂടുതലും കുഞ്ഞുങ്ങളും പേരൻസുമാണ്. ബാക്കി അല്ലാത്ത ഇങ്ങനെ കാണാനായിട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ ഇതുപോലെ 2 പെയറായിട്ട് ഇങ്ങനെ വലിയ വലിയ മീനുകൾ, ചെറിയ മീനുകൾ, അങ്ങനെ കുറേ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ താമക്കൂട്ടന് വലിയ മീൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അവനെ വെടിമീനായിട്ട് 3-4 പ്രാവശ്യം പിടിച്ച് വലിയ മീനിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി എല്ലാ മീനുകളൊക്കെ ഒന്ന് കാണിച്ചു. അത്രയൊക്കെ ഉള്ളൂ. ചില ടാങ്കിൽ മീനുകളും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ബ്ലാങ്ക് ആക്കി ഇട്ടേക്കുക. അങ്ങനെ കുറേ നേരം ഒരു 5 മിനിറ്റ് കാണാനുണ്ടാവും, അത്രേ ഉള്ളൂ. അത്രയും കൂടെ ഉണ്ടാവില്ല. ഒന്ന് റൗണ്ട് അടിച്ച് വരുന്ന അത്രയും ദൂരമേ ഉള്ളൂ. അത്രയും ദൂരത്തെ കാഴ്ചകൾ കാണാനായിട്ടാണ് ഈ 40 രൂപ ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളായിട്ട് പോകുന്നവർക്ക് മാത്രം കയറി കാണേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവിടെ. അതും അധികം മീനുകളൊന്നും തന്നെ ഇല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഇതാണ് കേട്ടോ. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് അങ്ങോട്ട് താഴ്ത്തി ചെല്ലുമ്പോഴാണ് നമുക്ക് സൂ കാണാൻ പറ്റുന്നത് കേട്ടോ. സൂവിൽ നല്ല തിരക്കാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. 4 അഡൽട്സിന് നമുക്കായത് 160 റുപ്പീസാണ്. ഇനി നമുക്ക് മുതിർന്നവരായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബഗ്ഗി വേണം. കാരണം ഇതൊരു 50 ഏക്കർ ഉള്ളൊരു സൂ ആണ്. അപ്പോൾ ഈ സൂവിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ പ്രായമായവർക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ബഗ്ഗി എടുക്കാം. ബഗ്ഗി എടുക്കാനായിട്ട് നമ്മൾ വരേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻഫർമേഷൻ ഡെസ്കിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എൽഡർലി പീപ്പിളിന് പോകാനായിട്ടുള്ള ബഗ്ഗി കാർ, അതായത് ഇലക്ട്രിക് കാർ എടുക്കുന്നത്. ഇവിടെ 4 പേര് യാത്ര ചെയ്യുന്ന ഇലക്ട്രിക് കാറിന് 500 റുപ്പീസാണ്.
അപ്പം നമുക്കിനി ഇനി അടുത്ത റൈഡ് വരുന്നത് 12:45 12:30ക്കാണ്. അപ്പം നമ്മളിപ്പം 11:45 ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. അടുത്ത ബഗ്ഗി വന്ന് അടുത്ത ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നിട്ട് വേണം ഇനി നമുക്ക് കയറി പോകാനായിട്ട്. അപ്പം നമ്മൾ അഡ്വാൻസ് വേണമെങ്കിൽ നമുക്ക് പേ ചെയ്യാം, ഇല്ലെങ്കിൽ അവർ ആ സമയം അനുസരിച്ച് നമ്മളിവിടെ വന്നുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആ ടൈമിൽ പേ ചെയ്താലും മതിയാവും. അങ്ങനെ വണ്ടി റെഡി ആയപ്പോഴത്തേക്കും നമ്മളെ അവർ വിളിച്ചു, അതുപോലെ ഇലക്ട്രിക് കാർ റെഡിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ വന്ന് വണ്ടിയെ കയറി ഇരുന്ന ഒരു സീനാണ് കേട്ടോ ഇപ്പോൾ ഇത്. ഇനി നമുക്ക് സൂവിനകത്തേക്കുള്ള കാഴ്ചകൾ കാണാനുണ്ട്. ഒരുപാട് മൃഗങ്ങളും റെപ്റ്റൈൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീഡിയോ തൊട്ട് പുറകിനുണ്ട് കേട്ടോ. നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ 2 രൂപയ്ക്ക് ചെറുകടി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എങ്കിൽ അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഫോർട്ട് കൊച്ചി വെളിയിലുണ്ട് കേട്ടോ. വെള്ളി ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ വലതേ സൈഡിലാണ് ഈ ചെറിയ കട കേട്ടോ. ഒരൊറ്റമുറി കടയാണ്. ആ കടയുടെ സൈഡിൽ ചെറിയൊരു കിച്ചണിലാണ് ഈ ചേച്ചി ഈ പരിപ്പുവട ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 2 രൂപയാണ് കേട്ടോ ഒരു പരിപ്പുവടയ്ക്ക്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ളവരെല്ലാം ഇവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമുക്കുട്ടനെയും കൊണ്ട് പാർക്കിലേക്ക് പോവുകയാണേ. പാർക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും അവന് വേണ്ട കേട്ടോ. അവനങ്ങനെ പാർക്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ കളിച്ച് മതിയായി കഴിയുമ്പോൾ എക്സോസ് ആയി കഴിയുമ്പോഴത്തേക്കുമാണ് അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് അവനെ വിളിച്ചുകൊണ്ട് പോകൽ നടക്കുന്ന കാര്യമേ അല്ല. അങ്ങനെ അവൻ പാർക്കിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് തിരിഞ്ഞ് നോക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് അങ്ങനെ അവൻ കയറി അവൻ്റേതായ ലോകത്തിലേക്ക് അവൻ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്, താമക്കുട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് കളിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഈ സൈഡിൽ കൂടെ സ്ലൈഡിൽ കയറാനായിട്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അവൻ കളിക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മാറിപ്പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നേ. അപ്പോഴത്തേക്കും താമക്കുട്ടൻ പറഞ്ഞു പോവില്ല, ഇവിടെ നിൽക്കുക, ഞാൻ കറങ്ങുന്ന വീഡിയോ എടുക്ക്, അതുവഴി അവിടെ പോകുന്ന വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ എന്നോട് ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇതുവഴി ഇറങ്ങി വരാമേ, അമ്മ ഫ്രണ്ടിൽ വന്ന് നിൽക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൻ പറയുന്നത് കേൾക്കാനും നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പുള്ളിക്കാരന് സ്വിങ്ങിൽ വീണ്ടും കയറണം. അങ്ങനെ വീണ്ടും കയറാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മാറി. അപ്പോഴത്തേക്കും കുറേ പിള്ളേർ വന്നു, ഇത് കളിക്കുന്ന കണ്ടിട്ട് കുറേ പിള്ളേർ വന്നു. പിന്നെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കളിയായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആഷി കുഞ്ഞിന് ഞങ്ങൾ ഡക്ക് അവത്തിലിരുത്തി ഒന്ന് ആട്ടാന്ന് വിചാരിച്ച്. അത് കണ്ടപ്പോഴത്തേക്ക് അവന് അത്ര സുഖമായിട്ട് തോന്നില്ല, അവന് പേടി ആഷിക്ക്. പിന്നെ താമുനെ ആശീനെ ഇരുത്തി കുറച്ച് ഒരു 2-3 ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഈ മറ്റേ ജിമ്മിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് ഞാനും ഹസ്ബൻഡും കൂടെ നടന്നുപോയി. ആഷിക്കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, കോമഡി എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറം കോമഡിയാണ്. എല്ലാത്തിനും കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കയറി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ എനിക്കറിയാൻ പാടില്ല, എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറി തിരിച്ച് ഇറങ്ങാൻ എനിക്കറിയാൻ പാടില്ല, എങ്ങനെ ഇറങ്ങുമെന്ന് അറിയത്തുമില്ല. അങ്ങനെ കുറേ നേരം നിന്ന് അത്ര പാട് വെട്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഞാൻ തൂങ്ങിക്കിടന്ന് വലിഞ്ഞ് തൂങ്ങി ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ആഷിക്കുഞ്ഞിനെ ഇരിക്കുന്ന സ്ലൈഡിൽ കൊണ്ടേ ഇരുത്തി കേട്ടോ. പക്ഷേ പുള്ളിക്കാരൻ അതുമായിട്ട് അങ്ങോട്ട് സെറ്റാവുന്നില്ല, അവനൊരു പേടി, നിരങ്ങി വരാനായിട്ടൊരു പേടി. പിന്നെ ചേട്ടന് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു തൊട്ടിലിൽ കൊണ്ടേ ഇരുത്തി, ഇങ്ങനെ ആട്ടുന്ന തൊട്ടിലിൽ. പക്ഷേ അത് ഭയങ്കരമായിട്ട് അവന് ഇഷ്ടപ്പെട്ടു. അവനത് വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കരച്ചിലോ ബഹളമൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് അവനത് എൻജോയ് ചെയ്തു. കുറേ നേരം അങ്ങനെ ഇരുന്ന് ആടി കേട്ടോ. അങ്ങനെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവമുള്ളൂ. ഇതാണ് നമ്മുടെ പാർക്ക് കേട്ടോ. നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ആ ചേച്ചി എപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചാണെങ്കിലും എല്ലാം നീറ്റാക്കിയാണ് ആ ചേച്ചി എപ്പോഴും ഇടുന്നത് കേട്ടോ. അത് കാരണം ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്, നമുക്ക് എപ്പോഴും ആ ഏരിയയിൽ വരാനായിട്ട് തോന്നുള്ളൂ. പിന്നെ ഇവിടെ ബാത്റൂം ഫെസിലിറ്റിയും പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, അവിടെ ബാത്റൂം നല്ല നീറ്റായിട്ടാണ് ചേച്ചി നോക്കുന്നത്. ഇനി നമുക്ക് പരിപ്പുവട കഴിച്ച് നോക്കാം. ഞാൻ സ്ഥിരം മേടിച്ച് കഴിക്കാറുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടാണ് ആ ചേച്ചി ഉണ്ടാക്കി തരുന്നത്. അപ്പം നമുക്കില്ലേ ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡിക്റ്റായി പോകും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഹായ്, ഇന്ന് ഞാൻ താമക്കുട്ടനെ സ്കൂളിലാക്കാൻ പോയപ്പോഴത്തേക്ക് മാർക്കറ്റിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ഈ നെയ്മീൻ കണ്ടത്. എന്നാൽ പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് നെയ്മീൻ കറി ആക്കാമെന്ന് വിചാരിച്ച് നെയ്മീൻ വാങ്ങി. വേസ്റ്റൊന്നും അധികം ഇല്ലാതെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റിയൊരു ഫിഷാണ് കേട്ടോ നെയ്മീൻ. അപ്പോൾ അത് ക്ലീൻ ആക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാനിത് നന്നായിട്ട് കല്ലുപ്പൊക്കെ ഇട്ടരച്ച് തേച്ചപ്പോഴത്തേക്കില്ലേ അധികം ഒരുപാട് ഉളുമ്പൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് കഴുകിയെടുക്കാൻ പറ്റി കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകിയെടുത്ത്
അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ വറുക്കാനായിട്ട് ചെറിയൊരു മാരിനേഷൻ ചെയ്യാം. ആദ്യം കുറച്ച് മുളക് പൊടി, ഞാനിപ്പോൾ 3 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം. അതിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടെ എടുക്കണം, എന്നാലേ പേസ്റ്റ് രൂപത്തിലായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കുഴച്ച് നോക്കി. അപ്പോഴും ഇച്ചിരി കൂടെ തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടെ ലൂസ് ആവണം. അതിനുവേണ്ടി ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മീനിലേക്കിട്ട് മീൻ നന്നായിട്ട് വെട്ടാം. ഞാനിപ്പോൾ ഇവിടെ 5 പീസ് എടുത്തിട്ടുള്ളൂ. താമക്കുട്ടിന് വേണ്ടി മാത്രമാണ് വറുക്കുന്നത്, അപ്പോൾ അവന് വേണ്ടി മാത്രമുള്ളത്, ബാക്കിയുള്ളത് കറിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ ഈ 5 പീസ് നന്നായിട്ട് പുരട്ടി നമുക്കിതിൻ്റെ എടുത്തിട്ട് കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും ആ എണ്ണയും മുളകും ഒക്കെ ആയിട്ട് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും വറുക്കുമ്പോഴത്തേക്കും. ഞാൻ എപ്പോഴും മീൻ വറുക്കുമ്പോൾ ഇതുപോലെയാണ് പുരട്ടി വെക്കാറ് കേട്ടോ. ഇനി നമുക്കിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോഴത്തേക്കും ഈ മാരിനേഷൻ നന്നായിട്ട് മീനിൽ പിടിക്കും, അപ്പോൾ നല്ല ടേസ്റ്റായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ വറുക്കാൻ നേരം ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നോക്കുക, നല്ല അടിപൊളിയായിരിക്കും, നമ്മൾ ചിക്കൻ വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് നല്ലൊരു അടിപൊളി ബോട്ടിക്കറിയുടെ റെസിപ്പി നോക്കിയാലോ? എന്നാവാ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ബോട്ടി മേടിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 4 വിസിൽ കേൾക്കുന്നതിന് വരെ പ്രഷർ കുക്ക് ചെയ്തെടുത്താണ് കേട്ടോ. ഇതിന് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ അധികം കട്ടിയല്ലാത്ത രീതിയിലുള്ള പീസുകളാക്കി എടുത്താണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ ചൂടായി വരുന്ന സമയത്തെ നമുക്ക് ഒരു നുള്ള് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നോൺ വെജ് എന്ത് വെക്കുന്ന സമയത്തും ഉലുവ പൊട്ടിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 10-15 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് സവോള ഇടണം കേട്ടോ. സവോള ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. സവോള ഇടണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടുക. എന്നിട്ട് കളറൊക്കെ ആയതിന് ശേഷം 1.5 സ്പൂൺ മല്ലിപ്പൊടി, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവുള്ള മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയും മുളകും കൂടെ ചേർത്തിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീറ്റ് മസാല, ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇത്രയാണ് ഇതിന് വേണ്ട മസാലകൾ. ഈ മസാലയൊന്ന് നന്നായിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് മസാലയ്ക്കൊരു ആ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പോട്ടി വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടാവും. അതിനകത്തുനിന്ന് നേർപകുതി എടുത്ത് ഈ മസാല ഒന്ന് ലൂസാക്കി എടുക്കുക. നന്നായിട്ട് കുഴച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ കുറച്ച് നേരം ഈ അടുപ്പത്ത് ആ തീയിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരും. നമ്മൾ എല്ലാ വഴറ്റിയൻ്റെയൊക്കെ എണ്ണയുണ്ടല്ലോ, അതിങ്ങനെ തെളിഞ്ഞു വരും. ആ ടൈം ആകുമ്പോഴത്തേക്കും ഈ ബോട്ടി നമ്മൾ വേവിച്ച് നുറുക്കി വെച്ചേക്കുന്ന ബോട്ടി അതിലേക്കിടുക. അതിലേക്കിട്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ കഷ്ണത്തിലും ഈ മസാല പറ്റുന്ന രീതിയിലാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വലിയൊരു പണി വരുന്നത്. നമ്മൾ ബാക്കിയുള്ള ബോട്ടി വേവിച്ച് വെള്ളമുള്ള പ്രഷർ കുക്കർ ഉണ്ടല്ലോ, അതിലേക്ക് ഈ ബോട്ടി മൊത്തമായിട്ട് ഇടണം. ഇട്ടിട്ട് ഒരു 1-2 വിസിലും കൂടെ കേൾപ്പിക്കണം. അപ്പോൾ ഈ ബോട്ടിയിൽ ഈ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും, കറി നന്നായിട്ട് കുറുകുകയും ചെയ്യും. ഒരുപാട് വെള്ളം പോലെ ആകാതെ നന്നായിട്ട് കുറുകി നല്ല പക്ക വേവായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങളും ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റായിട്ട് നല്ല പോലെ വെന്ത് കിട്ടുകയും ചെയ്യും. എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ തിരിച്ച് ഈ കുക്കറിലേക്ക് തന്നെ ആക്കാനായിട്ട്. ഒരുപാട് പാടുപെട്ടിട്ടാണ് ഞാനത് ഇട്ടത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി, ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നോക്കാം. ഈ സമയത്ത് എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു 4 വിസിലും കൂടെ കേൾപ്പിക്കുന്നുണ്ട്. അന്നേരത്തേക്ക് എനിക്ക് ഇറച്ചി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനൊരു കുഞ്ഞപ്പോഴേ എൻ്റെ അമ്മച്ചിയും എൻ്റെ വല്യമ്മച്ചിയൊക്കെ എനിക്ക് ഉണ്ടാക്കി തരുന്നൊരു ആഹാരമായിരുന്നു ഗോതമ്പട. അത് വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാക്കി തരുന്നത്. അത്
അപ്പം ഇന്ന് ഞാൻ ഗോതമ്പടയാണ് എൻ്റെ അമ്മക്ക് കൊണ്ടാക്കി കൊടുക്കാൻ പോന്നെ. അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കണം. എന്നാൽ ദോശമാവിൻ്റെ അത്ര ആകാനും പാടില്ല. ആ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കട്ടോ. കുഴച്ചെടുത്ത് ഞാൻ പരുവം കാണിച്ചു തരാം. ഇങ്ങനെ നന്നായിട്ട് ഇച്ചിരും കൂടെ കുഴയണം. ഇച്ചിരി കുഴഞ്ഞ് നമ്മൾ കയ്യിലിങ്ങനെ ഉരുണ്ട പിടിച്ച് എടുത്ത് പരത്തുന്ന രീതിയിൽ വേണം. ഈ ഒരു പരുവത്തിന് കഴിക്കണം. എന്നിട്ട് നമ്മൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് എണ്ണ തേച്ചിട്ട് നമ്മുടെ കൈ നന്നായിട്ട് നനയ്ക്കണം കേട്ടോ. നന്നായിട്ട് കഴുകി കയ്യിൽ വെള്ളമയം എപ്പോഴും വേണം. ഇത് പരത്താൻ നേരം കയ്യിൽ വെള്ളമയം വേണം. എന്നിട്ട് ഇത് നമ്മൾ ഒരു കൈ എടുത്ത് നന്നായിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടുക. ഉരുട്ടിയിട്ട് ആ ഉരുള ഇങ്ങനെ കല്ലിലോട്ട് വെച്ചിട്ട് ഒന്നും കൂടെ കൈ നനയ്ക്കണം. ഒന്നും കൂടെ കൈ നനച്ചിട്ട് നമ്മുടെ കൈപ്പത്തി വെച്ച് നന്നായിട്ട് പരത്തി 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 എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് പരത്തിയെടുക്കണം.
പരത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കല്ല് ചൂടാണ്. കല്ലില് കൈ കൊണ്ട കൈ പൊള്ളും. അതുപോലെ ഈ മാവ് എവിടെയെങ്കിലും ഉൾവശം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആവി വന്ന് നമ്മുടെ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആലോചിക്കും, എൻ്റെ അമ്മച്ചിയും എൻ്റെ വല്യമ്മച്ചിയൊക്കെ എന്തേരം പാടുപെട്ടിട്ടാണ് അവര് അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പുവട ഉണ്ടാക്കി തരുന്നതാണ്. അപ്പം ഞാൻ കുഞ്ഞായിരുന്ന ടൈമിലൊക്കെ ചോദിക്കായിരുന്നു, എപ്പോഴും ഇത് തന്നെയുള്ളോ ഗോതമ്പുവട? എന്താ ഇത്, വേറൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലേ? അപ്പം അമ്മച്ചി എന്ത് ചെയ്യുന്നറിയോ? പിറ്റേ ദിവസം ശർക്കരയും തേങ്ങയും കൂടെ വെച്ചിട്ട് പിന്നെയും ഗോതമ്പ് വെച്ചുണ്ടാക്കി തരും. കാര്യം അന്ന് ഗോതമ്പ് മാത്രം ഉണ്ടായിരുന്നുള്ള കാര്യം ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പത്തെ എനിക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനത്തെ ഗോതമ്പുവട ഉണ്ടാക്കിയപ്പം ഇതിന് നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ചു വിട്ട് രണ്ട് പ്രാവശ്യം നന്നായിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്, ഈ മുരിഞ്ഞ് വരുന്ന. എനിക്കത് പിന്നെ ഭയങ്കര ഇഷ്ടമുണ്ട്. അത് ചെറുപ്പത്തിൽ അങ്ങനെയാ. സ്കൂളും കഴിഞ്ഞ് വരുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് എല്ലാ അമ്മമാരുടെയും
ഭയങ്കര ടെൻഷനാ. അപ്പൊ ഇന്ന് ഞാന് ഈ ഗോതമ്പുകൊണ്ട് എൻ്റെ മോന് ഗോതമ്പട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന ഇതോടെ വീഡിയോ ആക്കിയിടാന്ന്. അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരാവേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈസിയായിട്ടൊരു പിടിച്ചല്ലോ. അതിനായിട്ട് ഒരു മൺപാത്രത്തിലേക്ക് ഒരു 10-15 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇതിപ്പോ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി സ്മെല്ലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയെല്ലാം കൂടെ മിക്സായതിൻ്റെ മണം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരമുറി തേങ്ങയും ചേർത്ത് എല്ലാം
ആവശ്യമുണ്ട്. ആ പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. എടുത്താൽ മറന്നുപോയി. അതിനുശേഷം നമ്മള് മീനിട്ട് കൊടുത്ത് ഞാനിപ്പോൾ ചെറിയ മത്തിയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ നല്ല ടേസ്റ്റ് ആയിരിക്കും. വീട്ടിൽ ചെറിയ മത്തി ട്രൈ ചെയ്ത് നോക്ക്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം ചേർന്നെനിക്ക് കളറ് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കൈ അളവില് വെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളമാവരുത്. ഒരുപാട് വെള്ളമായിട്ട് പീരിയഡ് ഫീൽ കിട്ടൂല. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.